ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. കുറേ നാളായെന്നറിയാം എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട്. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു, എനിക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ തുടങ്ങിയത് കാരണം കുറച്ചധികം ബിസി ആയിപ്പോയി. കാരണം എനിക്ക് നല്ല റഷുള്ളൊരു വാർഡിലാണ് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഇന്നിപ്പോൾ എനിക്ക് ഓഫ് ഡേ ആണ്. സോ ഞാൻ ഓർത്തു ഇന്ന് പള്ളിയിൽ പോകാമെന്ന്. ഇന്ന് അനന്തര സൺഡേ ആയി. ദിവസങ്ങളൊക്കെ ഭയങ്കര പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണടച്ച് തുറക്കും മുന്നേ അടുത്ത ആഴ്ചയൊക്കെ കഴിയുക. സോ ഇന്ന് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഞാനിങ്ങനെ വീട്ടിലും പ്ലേസ്മെൻറ്റും അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് ചേഞ്ച് ആകട്ടെ എന്ന് ഓർത്തിട്ടൊന്ന് പോണ്ടിയിലും പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടുത്തെ ടൗൺ പോണ്ടി ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എപ്പോഴും പോണ്ടിയിൽ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഞാനങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ പള്ളിയിൽ പോയി ഇറങ്ങിയിട്ടു. പള്ളിയിൽ പോയി കഴിഞ്ഞ് നേരെ ഇങ്ങനെ വന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് ഞാൻ എന്തായാലും വീട്ടിൽ എത്തിയിട്ട് കാണിക്കാം. ഭയങ്കര ചൂടില്ല, എന്നാലും നല്ല വെയിലുണ്ട്. കണ്ണാണെങ്കിൽ തുറക്കാനും കൂടെ പറ്റുന്നില്ല. പിന്നെ ഈയിടെയായിട്ട് കണ്ണിന് ഈ ട്രിച്ചിങ് എനിക്കത് കംപ്ലീറ്റ്ലി മാറുന്നില്ല. പിന്നെ ഞാൻ നാട്ടിൽ പോകാൻ പ്ലാനുണ്ട്. അപ്പം നാട്ടിൽ ഇതുവരെ ടിക്കറ്റൊന്നും എടുത്തില്ല. നാട്ടിൽ പോകുമ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോയി കാണിക്കാമെന്ന് ഓർത്തു. ഇതൊരു പൊട്ട ഐലൈനറാണ്, റിമലിൻ്റെ. അതാ ഞാൻ ഇട്ടത്. അത് ഫുള്ള് സ്പ്രെഡാണ്. പിന്നെ എന്താ ഇപ്പം ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട്, കാരണം വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എനിക്ക് നാളെ ഷിഫ്റ്റ് ഇല്ല. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് നൈറ്റ് വല്ലതും എടുക്കാമെന്ന് ഓർത്തതായിരുന്നു. പക്ഷെ ഷിഫ്റ്റ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് എടുത്തില്ല. എൻ്റെ കണ്ണെനിക്ക് തുറക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഞാൻ ഡയറക്റ്റ്ലി നോക്കാത്തെ. പിന്നെ ഇനിയിപ്പം കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പാല് വാങ്ങി തിരിച്ച് വീട്ടിൽ പോകണം എന്നതാണ് എൻ്റെ പ്ലാൻ. അത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ബാക്കിൽ കുറച്ച് മെസ്സായിട്ടാണ് ഇരിക്കുന്നത്, അത് മൈൻഡ് ആക്കണ്ട. പിന്നെ എന്താ, അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങൾ കാണിക്കാം. ചിക്കൻ. ആക്ച്വലി ഇങ്ങനെ ചിക്കൻ വാങ്ങുന്നത് ഭയങ്കര നഷ്ടമാണ്. എന്നാലും സാരമില്ല, എന്തായാലും ഞാൻ പുറത്ത് പോയതല്ലേ. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ വാങ്ങുന്നത്. പിസ്താഷ്യോ എൻ്റെ ഫേവറേറ്റ് ആണ് നട്ട്സിൽ. പിന്നെ അത് എനിക്കെന്തോ ഒബ്സഷൻ പോലെ. ഇങ്ങനെ ഞാനാണെങ്കിൽ ഇത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ നിർത്തത്തില്ല. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഞാൻ. അത് ഒറ്റയടിക്ക് ഞാൻ അങ്ങനെ തീർക്കുന്ന രണ്ട് സാധനങ്ങളാണ് പോപ്കോണും പിസ്താഷ്യോയും. നട്ട്സിൻ്റെ കാറ്റഗറിയിൽ ഇത് ചെറിയാണ്. ചെറിയും ബ്ലൂബെറിയും. ബ്ലൂബെറിയും ചെറിയും. പിന്നെ അടുത്ത സാധനങ്ങൾ ഞാൻ BNMൽ പൗണ്ട്ലാൻഡിൽ നിന്നുമാണ് വാങ്ങിയത്. ഓൾ പർപ്പസ് ക്ലീനിങ് ക്ലോത്താണ്. ഇത് റോളാണ്. ഗ്രീൻ ആപ്പിളിൻ്റെ ഡിഷ് വാഷ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇതിൻ്റെ സ്മെല്ല് ഗ്രീൻ ആപ്പിളിൻ്റെ. 1 പാക്കറ്റ് ഓഫ് ടൂത്ത് ബ്രഷ്. പാൻറ്റി ലൈനർ. ബേബി വൈപ്സ്. ടോയ്ലറ്റ് ക്ലീനർ. പെൻ. ഇത് യാര, ലതാഫ യാര ഇല്ലേ, അതിൻ്റെ ഡൂപ്പാണ്. ഇതല്ലാതെ ലതാഫയൊന്നും അല്ല, പക്ഷെ ലാരാന്ന് എഴുതി വെച്ചേക്കുന്നത്. അത് യാരയാണല്ലോ അല്ലേ, അത് യാര, ഇത് ലാര. പക്ഷെ ഡൂപ്പാട്ടോ. അതിന് നല്ല പ്രൈസ് ഉണ്ട്. ഇതധികം പ്രൈസൊന്നും ഇല്ല, ഏതാണ്ട് 2 കൊണ്ട് ഏതാണ്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ പെർഫ്യൂം ഒബ്സഷൻ അറിയാമല്ലോ, അങ്ങനെ ഞാനിത് വാങ്ങിയതാണ്. നല്ല സ്മെല്ലാണ്. ഇത് ലാസ്റ്റ് എന്തായാലും ചെയ്യില്ലായിരിക്കും, കാരണം ഇത് ഡൂപ്പാണല്ലോ. പക്ഷെ ഇറ്റ്സ് ഓക്കെ. എന്താണേലും എനിക്കിഷ്ടപ്പെട്ടു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ലല്ല ഇത്. ഇതെന്താണെന്ന് വെച്ചാൽ മറ്റേ അറബിക് സ്മെല്ലാണ്. മിക്കവർക്കും തന്നെ ഞാനിപ്പോൾ ചോദിച്ചതിൽ അറബിക് സ്മെല്ല് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. എനിവേ വാങ്ങി. പിന്നെ ഞാൻ പാല് വാങ്ങി, അത്രയേ ഉള്ളൂ. അപ്പം ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു, കാരണം കുറേ നാളായില്ലായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ട്. അങ്ങനെ ഞാൻ സ്പീഡിൽ എടുത്തതേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.